എടോ സായിപ്പേ, താൻ എന്തിനാ ആ സ്ത്രീ കപ്പലിൽ കൊണ്ടുപോയത്? എടോ, തന്നോട് ദൈവം പൊറുക്കില്ല കേട്ടോ. അവരുടെ ഭർത്താവ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു തൊഴിലാളിയായിരുന്നില്ല, അന്തസ്സായിട്ട് ജീവിച്ചവനുമാണ്. തന്റെയും എന്റെയും മുമ്പിൽ വെച്ചാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ കപ്പലിൽ നിന്ന് വീണ് മരിച്ചത്. താൻ ഈ ചെയ്യുന്നതിലുള്ള ആത്മാവ് പൊറുക്കില്ല. മേസ്ത്രി എന്തെറിഞ്ഞ ഈ പറയുന്നു? അവരേതായാലും ഈ തൊഴിൽ ചെയ്തല്ലേ ജീവിക്കുന്നത്. എന്നെ കിട്ടുന്ന 10 രൂപ കൂടുതൽ കിട്ടട്ടെ എന്ന് കരുതിയാ ഞാനൊരു കപ്പലിലേക്ക് കൂട്ടിക്കുന്നത്. ബായ്. ഇങ്ങനെ അടുക്കട്ടെ, ഇങ്ങനെ അടുക്കട്ടെ. എത്ര നേരമായി കാത്തു നിൽക്കുന്നത്. എന്നെ കൂടി പോട്ടെ പോട്ടെ. ഇവിടെ മച്ചാക്കാരാ, കുറച്ചൊന്ന് മാറ്റിക്കൂടി. പോട്ടെ പോട്ടെ പോട്ടെ. അല്ല എന്റെ ഹംസേ, ആളുകൾ നല്ല സാധനം ചോദിച്ചു എന്റെ പുറകെ നടക്കുന്നു. എന്റെ കൊടുക്കാൻ വല്ല സാധനമുണ്ടോ? കൊടുക്കാൻ വിടൂ. ഇന്നലെ കോളത്തിട്ടുണ്ട്. ഇതാ, ഇത് ഹംസയ്ക്കിരിക്കട്ടെ. എനിക്ക് വേണ്ട, വല്ലവർക്കും കൊടുത്ത 5 രൂപ കാശ് കിട്ടും. ഭയങ്കര വെയിറ്റ്. ഒരുപാട് നേരമായി പാത്ത് വന്നിട്ട്? കുറച്ചു നേരമായി. ഇതാ, ഇതിന് 1200 രൂപ. ഓ, ആ വിലക്ക് ഇത് പോവോ? ഇന്നലെ അസീസ് കുട്ടികളുടെ സാധനം കണ്ട് അത് 900 പോയത്. ആ വിലക്കാണ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ താനും കൊണ്ടുപോരെ. ഇതാ, ഇത് 50 രൂപ. ഇതാ വിലക്ക് പോയേക്കും. നാളെ സിന്ധ്യയുടെ കപ്പലുണ്ടെന്നാണ് കേട്ടത്. അതിലെ കപ്പിത്താൻ നല്ലൊരു ആളാ. കൊച്ചിത്രയൊക്കെ അയാൾ അറിയില്ല. പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കപ്പൽ വന്നപ്പോ നമ്മൾ പോയിരുന്നല്ലോ, ഞാനത് മറന്നു. അല്ല, ഈ റൊസാരിയോ കൊച്ചിത്രയെ കപ്പിത്താന്മാരടുത്ത് കൂട്ടിക്കൊണ്ടു വന്നുണ്ടല്ലോ, അതിനയാൾ വലിയ കമ്മീഷൻ മേടിക്കണ്ടാവും അല്ലേ? അയ്യോ ഇല്ല, ഇതിനയാൾ അവരുടെ കയ്യിൽ നിന്ന് കാശൊന്നും മേടിക്കില്ല. അവര് സന്തോഷം കൊണ്ട് ഒരു കുപ്പി ബ്രാൻഡിയോ വിസ്കിയോ കൊടുത്താലായി. മോളെ റോസി, റോസിക്കുട്ടിയെ. എന്തോ? എര ശരിയായോ മോളെ? ദേ കൊണ്ടുവരുന്നു. നിന്റെ അമ്മ വന്നോ മോളെ? ഇല്ല. അവള് വരുവോ, അതോ അവളെ വല്ല കപ്പക്കാരും കൊണ്ടുപോയിച്ചു? ആർക്ക് വേണോടി നിന്റെ മീനെ? നേരം വരെ തന്ത്യാവളും താൻ പോയി ചൂണ്ടയിട്ടാൽ എന്നാ കോപ്പ് കിട്ടും? 2 പൂളാനല്ലേ കിട്ടൂ. അത് കള്ള് ഷാപ്പിൽ കൊണ്ടുപോയി കള്ളും കുടിച്ചു നേരെ ഇങ്ങി വരും. വീട്ടിൽ ഇരിക്കുന്നവർക്ക് ചോറുണ്ടാനേ മീൻ വേണം. തന്റെ പെങ്ങള് കൊച്ചു റേസ്റ്റകത്തുണ്ടോ? അവള് പോയിരിക്ക. അവളെ അമേരിക്കയിലേക്ക് കപ്പക്കാര് കൊണ്ടുപോയി. എന്ത് മീനാ പങ്കരാക്ഷി? നല്ല മത്തിയാ. ദാ നോക്കിക്കേ. എടാ പാപ്പി, ഇതൊന്ന് പിടിച്ചിറക്കിക്കേടാ. റോസി, ഒരു പാത്രം അങ്ങെടുക്ക. അതുകൊള്ള പിടിക്കണ്ടേ? ഇങ്ങനെയാണോ പിടിക്കുന്നത്? വയറുകൊണ്ടാണോ? 2 രൂപയ്ക്ക് കൊടുക്ക്. ഇന്ന ഏറെ മോളെ ചട്ടയും കൊണ്ടുവാ. 2 2 2 2 2 2 4 4 4 4 4 6 6 6 6 8 8 8 8 10. ഒരെണ്ണം എന്റെ വക, മോക്ക് ഫ്രീ. വാർത്ത തിന്നോണം. ഇതും കൂടെ. എന്തിനാ നോക്കുന്നേ? നല്ല കാലത്ത് ഞാൻ പിറകെ നടന്ന് കൊറേ പറഞ്ഞതല്ലേ, അന്ന് കേട്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? വയസ്സായി പോയില്ലേ? എന്തുവാടാ നീ പറഞ്ഞത്? അടിച്ചു നിന്റെ പല്ല് ഞാൻ പഠിച്ചുകളെ. പെണ്ണുങ്ങളുടെ കൈയുടെ ചൂട് നീ അറിഞ്ഞിട്ടില്ല. പോട്ടെ പങ്കജാക്ഷി. പൊക്കടാ പൊക്കടാ പാപ്പി. പിടി. അങ്ങനെ അറിയിച്ചു വയ്യ. നിന്നെ അവള് തല്ലിയില്ലല്ലോ. നിന്നെ പോലുള്ളവർക്ക് തല്ല് കൊള്ളേണ്ടതാണ്. എനിക്കിപ്പോ അതിലല്ലേ കഴിയൂ. പാപ്പി അല്ല, സെന്റൊന്നും കൊണ്ടുവന്നില്ലേ? ഇത് ഞാൻ നിനക്ക് തരില്ല. കപ്പക്കാരുടെ കർഷത്തിന്റെ കുപ്പായത്തിന്റെ വാട. നേരെ ഒരുപാടായല്ലോ. കൊച്ചേട്ടൻ ചൂടേക്ക് പോയില്ലേ? ഇത് ആപ്പീസ് പണിയല്ലേ. എന്നെയും കാത്ത് മീൻ പുഴവക്കത്ത് സമയം നോക്കി നിൽക്കാൻ.
എടാ നിന്റെ കപ്പലിലേ പെണ്ണുങ്ങൾക്ക് മാത്രമേ ജോലി വാങ്ങിച്ചു കൊടുക്കത്തുള്ളൂ, ആണുങ്ങൾക്ക് കൊടുക്കത്തില്ലേ? ആ ഒരു കപ്പൽ വരാനുണ്ട്. ഏത് കപ്പല്? അറേബ്യക്കപ്പല്. എന്റെ കാർത്തിൽ ഞാനൊരു കാഴ്ച കണ്ടു. കൊച്ചുകടയൊക്കെ ആ ബാഗ് തുറന്നപ്പോ നോട്ടിന്റെ കറ്റ ഏതോ കപ്പക്കാര് കൊടുത്തതാ. ഞാൻ ആ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴില്ലയോ പാപ്പ അവളെ കപ്പലിൽ നിന്ന് കൊണ്ടുവന്ന് അങ്ങോട്ട് ഇറക്കിയത്. നമ്മൾ എന്തിനാ പങ്കിച്ചേച്ചി അതൊക്കെ അന്വേഷിക്കാൻ പോണത്? ഓരോരുത്തർക്ക് ജീവിക്കാൻ ഓരോ വഴി. ഞാൻ പുല്ല് ചെത്തി ജീവിക്കുന്നു, പങ്കിച്ചേച്ചി മീൻ വിറ്റ് ജീവിക്കുന്നു. കൊച്ചിത്രേസ്യ അങ്ങനെ. നമുക്കെന്താ? എങ്ങനെയായാലും അവള് സമ്പാദിച്ചു കൂട്ടുന്നുണ്ട്. ആ പാപ്പയ്ക്കാണെങ്കിലേ ഇതിനൊക്കെ നല്ല വിരുതാ. അവൻ പണ്ടെന്റെ പുറകെ കൊറേ നടന്നതാ. കൊച്ചുകളൊക്കെ പോലെ എനിക്ക് ജീവിക്കാനൊക്കുവോ? എനിക്കൊരരയനുണ്ടായി പോയില്ലയോ? ഒന്നോർത്ത കൊച്ചിത്രേസ്യയുടെ കാര്യം വലിയ കഷ്ടമാ പങ്കിച്ചേച്ചി. കെട്ടിയും കപ്പലിന്ന് വീണ് ചത്തില്ലേ? അങ്ങേരുണ്ടായിരുന്നപ്പം അവരെങ്ങനെ ജീവിച്ചതാ? ഇപ്പോഴും അവക്കെന്ത് പാടിയ കുറവ്? അവള് രാത്രി കപ്പലിൽ പോകുന്നുണ്ട്, കപ്പക്കാര് നിറച്ച് കാശും കൊടുക്കുന്നുണ്ട്. ഒരു പെങ്കൊച്ചുണ്ടല്ലോ റോസി, അമ്മയെക്കാട്ടി സുന്ദരിയാ അവള്. ആ പെങ്കൊച്ചിനെ പിടിച്ച് വല്ല കപ്പക്കാർക്കും കൊടുക്കുമോ എന്നാ എനിക്ക് സംശയം. അക്കരെ സ്കൂളിൽ പോണോ? അതിപ്പോ എങ്ങനെയാ കുഞ്ഞ്? കുഞ്ഞ് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ആരെങ്കിലും രണ്ടു മൂന്ന് പേര് കൂടി വരട്ടെ കുഞ്ഞ്. അയ്യോ, ക്ലാസ് തുടങ്ങാൻ സമയമായി. എന്ത് പറഞ്ഞാലും ശരി, ഒറ്റയ്ക്കൊരാളെയും കൊണ്ട് ഞാൻ അക്കരയ്ക്ക് തുഴയില്ല. ടീച്ചർ വഴക്ക് പറയും. റോസിക്ക് സ്കൂളിൽ പോണോ അല്ലേ? എന്നാലേ ഇതാ എന്റെ മച്ചവായിലോട്ട് കയറിക്കോ, ഞാൻ വിട്ടേക്കാം. അയ്യോ, കഷ്ടമായി പോയല്ലോ. ഏതായാലും വെള്ളത്തിൽ പോവാൻ ഞാൻ നന്നായി. ഒന്ന് അഴിച്ചു വിടറോ. എന്താ വൈകിയത്? വീട്ടിൽ ജോലി ഉണ്ടായിരുന്നു. അമ്മ വരാൻ താമസിച്ചു അല്ലേ? ഞാൻ റോസിയെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. ചോറ് പോയില്ലേ? ഇനി ഉച്ചയ്ക്ക് എന്ത് ചെയ്യും? വല്ലതും മേടിച്ചു തിന്നു. കാശുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തരാം. വേണ്ട, എന്റെ കയ്യിലുണ്ട്.